8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ, ആദ്യത്തെ 2-3 വാക്യങ്ങൾ വായിച്ചാൽ ഇതെങ്ങനെ യെഹെസ്കേലിന് എങ്ങനെ ഇത് മനസ്സിലായത്? 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എൻ്റെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണത ബിംബത്തിന്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. നമ്മളതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഒരു ദിവ്യ ദർശനങ്ങളാൽ ഇവനെ ഉയർത്തി യെരുശലേമിൽ ആ ദൈവാലയത്തിൻ്റെ അടുക്ക തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവിടെ നടക്കുന്ന മ്ലേച്ഛതകൾ നീ ഒന്ന് കാണാൻ പറഞ്ഞു, ഇൻ എ വിഷൻ. അപ്പം ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ള ദർശനം പ്രാപിച്ചതിന് ശേഷമാണ് യെഹെസ്കേൽ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ഹൗ? ത്രൂ എ വിഷൻ. ഒരു ദിവ്യ ദർശനം അവനുണ്ടായി. ഇപ്പം വായിച്ച വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ കൈപോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു, ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൻ്റെ വടക്കേ അറ്റത്തുള്ള വാതിൽക്കൽ കൊണ്ടുചെന്നു. സോ ഇൻ എ ഡിവൈൻ വിഷൻ ഹി വാസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം, എവിടെ അദ്ദേഹം ഇരുന്നിരുന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കേബാർ നദീതീരത്താണ്. ഇപ്പോൾ അതൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. എവിടെ കേബാർ നദീതീരം? ബാബേലിലാണ്. അപ്പം ബാബേലിൽ കേബാർ നദീതീരത്തിരിക്കുന്ന മനുഷ്യനെ ദിവ്യ ദർശനങ്ങളാൽ ഉയർത്തി ഇപ്പോൾ ആത്മാവിൽ എവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്? യെരുശലേമിൽ ആ ദേവാലയത്തിൻ്റെ അടുക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾ നീ ഒന്ന് കാണുക. ലുക്ക്, നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് നീ ഒന്ന് നോക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിച്ചു. ഏതാ? 8-ാം അധ്യായം വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ 7 അധ്യായത്തിൽ ജഡ്ജ്മെൻ്റ് ആയിരുന്നു. ബാക്കി ഞാൻ വിട്ട് കളഞ്ഞൊക്കെ നിങ്ങൾ വായിച്ചോണം. 8 മുതൽ 11 വരെയുള്ള അധ്യായത്തിൽ ദ റീസൺ ഫോർ ജഡ്ജ്മെൻറ്റ്. ഈ ദിവ്യ ദർശനത്തിൽ യെഹെസ്കേലിനെ ഉയർത്തി അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ദൈവം ന്യായം വിധിക്കാൻ പോകുന്നു എന്നുള്ളത് അവന് ദർശനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം. ആ 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് 8-ാം അധ്യായത്തിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തിരുന്ന ചില മ്ലേച്ഛതകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 8-ന്റെ 6 വായിച്ചാൽ, 8-ന്റെ അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? എന്താണ് ന്യായവിധിയുടെ കാരണം? മഹാമ്ലേച്ഛതകൾ. ഈ മഹാമ്ലേച്ഛതകൾ ഉള്ളിടത്ത് ആർക്ക് ഇരിക്കാൻ പറ്റുകയില്ല? ദൈവസാന്നിധ്യം, ദൈവ തേജസ്. ഇതാ പ്രോബ്ലം. അകൃത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ദൈവം പറഞ്ഞ പോലെ പെരുമാറുക. അല്ലെങ്കിൽ ദൈവത്തിന് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്താണ് ഓപ്ഷൻ? ഹി ലീവ്സ്. നമ്മളവിടെ അന്നേരവും പറയും, കർത്താവേ 2-3 പേർ നിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് നിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് കുലുങ്ങുമൊക്കെ ചെയ്യുമായിരിക്കും. ബട്ട് ഗോഡ് ഈസ് നോട്ട് ദെയർ. യോശുവയോട് ഒരിക്കൽ ദൈവം ചോദിച്ചു, എന്തിനാ തലയും കുത്തി കിടക്കുന്നത്? ഇവിടെ എന്താണ്ട് വലിയ കുഴപ്പമുണ്ടായെന്ന് വിചാരിച്ച് യോശുവയെക്കുറിച്ച് അറിയത്തില്ലല്ലേ? അറിയാം. യോശുവ വീണ് കിടന്ന് തലയും കുത്തി കിടന്നെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. ദൈവത്തിന് മുമ്പ് പോയി വീണ് കിടന്ന് ഭയങ്കര കരച്ചിൽ, എൻ്റെ കർത്താവെ യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ തോറ്റു ആവപ്പാടെ തുന്നം പാടി വന്നിരിക്കുന്നു. വാട്ട് ഈസ് ദിസ് ഗോഡ്? ദൈവം പറഞ്ഞ് ഗെറ്റ് അപ്പ്. ദൈവം ദേഷ്യം വന്ന് കാണും, വടി കൊണ്ട് അവർ അടി കൊടുത്ത് കാണും. ചെറുവൽ എഴുന്നേക്കടാന്ന് പറഞ്ഞ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എന്ത് പാപമാണ് ചെയ്തത്? എന്ത് പാപമാണ് ചെയ്തത്? കൃത്യതയില്ല, അകൃത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കറക്റ്റായിട്ടാണ് ചെയ്തത്, ഒരാൾ മാത്രം. നോക്കണേ, 6.5 ലക്ഷം ആളുകളുടെ കൂട്ടത്തിൽ ക്ഷമിക്കാൻ പാടില്ലേ? എന്നോട് ഒരാൾ പറഞ്ഞു, സാറിൻ്റെയൊക്കെ സഭയിൽ 5-6 പേരുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഒരു 10,000 പേരൊക്കെ ആകുമ്പോൾ ഇച്ചിരി വിട്ടുവീഴ്ചകളൊക്കെ ഇല്ലാതെ പറ്റൂല. അപ്പോൾ ദൈവത്തിന് ഈ 6 ലക്ഷം പേരിൽ ഒരാളോട് ഒരു വിട്ടുവീഴ്ച പാടില്ലായിരുന്നു. ഞാൻ ഈ ചെവിയിലിങ്ങനെ പിടിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് വല്ല മറുപടി ഉണ്ടോയെന്ന് അറിയാനായിട്ടാണ്. ഈ 6 ലക്ഷം പേരുടെ കൂട്ടത്തിൽ ഈ ഒറ്റ ഒരാൾ ഒരു ചെറിയ കുഴപ്പം ചെയ്തു, അതും വേണമെങ്കിൽ തിരിച്ചവിടെ കൊണ്ട് ഇടുകയും ചെയ്യാമായിരുന്നു. സാധനമൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു വിട്ടുവീഴ്ച ദൈവം ചെയ്ത്, യോശുവ ഡു സം അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ശരിയാക്കി എടുക്കാൻ പാടില്ലായിരുന്നു? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നോ നത്തിങ് ഡൂയിങ്.
അവനെ എന്ത് ചെയ്തെന്നാ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ത് ചെയ്തു? സോ ഇറ്റ്സ് വെരി സീരിയസ്. അപ്പോൾ നമ്മുടെ ദൈവം ഇത്രയൊക്കെ സ്ട്രിക്റ്റാണ് കേട്ടോ. നിങ്ങൾ പിണക്കുണ്ടെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വചനം ഉള്ളതേ പറയാൻ പറ്റുള്ളൂ. അവർ ഗോഡ് ഈസ് എ സ്ട്രിക്റ്റ് ഗോഡ്. അവർ ഗോഡ് ഈസ് എ ഹോളി ഗോഡ്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് കവനൻറ്റ്. ആൻഡ് വാട്ട് ഹി സേയ്സ് ഹി വിൽ ഡു. അവന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ, അത് മാറ്റി പറയാൻ വേണ്ടി പറഞ്ഞതല്ല. വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല. അവന് തെറ്റ് പറ്റുകയില്ല. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. അതിനെ വളച്ചൊടിച്ച് അതിനെ ഒരു ലാഘവ ബുദ്ധിയോടെ നമ്മൾ കാണുന്നെങ്കിൽ നിങ്ങൾ ജഡ്ജ്മെൻറ്റിൽ കൂടി പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദൈവം വളരെ സ്ട്രിക്റ്റാണ്. ദൈവം ഇവനെ ദിവ്യ ദർശനങ്ങളിൽ ഉയർത്തിയിട്ട് യോശുവയെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, പാളയത്തിൽ ചെല്ല്, അവിടെയാണ് പ്രോബ്ലം കിടക്കുന്നത്. അതുകൊണ്ട് ശാപം നിൻ്റെ നടുവിൽ നിന്ന് അപ്പോൾ എന്താ ഈ ശാപം? ഇപ്പോൾ ഒത്തിരി പേര് ശാപം മുറിക്കുന്നുണ്ട്. വോട്ട് ഈ ശാപം? ശാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തതാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ മേൽ വരും, ന്യായവിധി നിങ്ങളുടെ മേൽ വരും. അല്ലാതെ ഇങ്ങനെ ഒരു ശാപം ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരെണ്ണം മുറിച്ചു, പിന്നെ നാളെ ഒരെണ്ണം മുറിച്ചു, പിന്നെ 7 ദിവസം ഉപവാസം വെച്ച് വേറൊരെണ്ണം മുറിച്ചു. അത് എത്ര മുറിച്ചാലും നാളെ വചനം ലംഘിച്ചപ്പോൾ പിന്നെ അതാണല്ലോ നമ്മുടെ പാസ്റ്റർമാരുടെ സ്കോപ്പ്. എല്ലാ ആഴ്ചയും ബന്ധനം അഴിക്കുന്നു, അടുത്ത ആഴ്ച എല്ലാവരും വീണ്ടും ബന്ധനത്തിലായിട്ട് വരുന്നു, വീണ്ടും അഴിക്കുന്നു, വീണ്ടും മുറുകി വരുന്നു. അപ്പോൾ ഇത് എന്നാ ഇത് അവസാനിക്കുന്ന സാറേ? അവിടെ നമ്മളിതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അവബോധമുള്ളവരായിരിക്കണം. ഇതിങ്ങനെ കെട്ടലും മുഴിക്കലും ഒന്നുമല്ല. ദൈവവചനം കൃത്യമായി അനുസരിച്ച് പോയാൽ അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കും. നിങ്ങൾ ക്ഷയിക്കും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷയിക്കും. അപ്പോൾ അത് ആ അകൃത്യത അങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ എവിടെയാണ് അകൃത്യമുള്ളതെന്നുള്ളത് ചിലപ്പോൾ ചില പ്രവാചകന്മാരെ ദർശനത്തിൽ ഉയർത്തി ദൈവം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു കൊടുത്ത യെഹെസ്കേലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ കേബാർ നദീതീരത്തെ ബാബിലോണിൽ നിന്ന് ഉയർത്തി എവിടെ കൊണ്ടുപോയി? യെരുശലേമിൽ കൊണ്ടുപോയിട്ട് ദൈവം പറഞ്ഞു, നീ ഒന്ന് നോക്ക്, ശ്രദ്ധിച്ച് നോക്ക്, ഞാൻ ന്യായവിധി അയച്ചതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് പറയുന്നത്. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എസ്കേൽ നോക്കിയ കണ്ണിക്കൂടി നമുക്കൊന്ന് നോക്കിയാൽ അവിടെ ചില കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. 3-ാം വാക്യം, 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എൻ്റെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ട് അകത്തെ വാതിക്കൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിൻ്റെ ആലയത്തിൽ ഇമേജ് ഉണ്ടാക്കരുത്. 1-ാമത്തെ കൽപ്പന എന്താണ്? ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഒന്നിൻ്റെയും വിഗ്രഹം, ഒന്നിൻ്റെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലോ ആകാശത്തിലോ ഭൂമിക്ക് കീഴിലോ, വളരെ മെറ്റിക്കുലസ് ആയിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? കൃത്യമായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താ ഇരിക്കുന്നത്? തീഷ്ണതാബിംബം. ഒരു പ്രത്യേകമായിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്പർ 1, 5-ാം വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, തല പൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു. സോ ഇറ്റ്സ് അറ്റ് ദി വെരി എൻട്രൻസ്. ഈ ആലയത്തിന്റെ എൻട്രൻസിൽ തന്നെ എന്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്? നിങ്ങളാരും പുസ്തകത്തിൽ തീഷ്ണത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിന് തീഷ്ണത ജ്വലിപ്പിക്കുന്ന ഒരു ബിംബം. ദൈവത്തിന് തീഷ്ണത ജ്വലിപ്പിക്കുന്ന, ദൈവത്തെ ചലഞ്ച് ചെയ്യുന്ന, ദൈവത്തിനോട് കിടപിടിക്കാൻ പറ്റുന്ന, നീ അല്ല, ഇതാണ് ദൈവം എന്ന് പറയുന്ന. ദൈവമൊക്കെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ, ബട്ട് ദിസ് ഈസ് ദ തിങ് എന്ന് അവരെ വിശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ അറ്റ് ദ വെരി എൻട്രൻസ് ആൻഡ് ഇൻസൈഡ് ദ. ഇതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. സഭകളുടെയൊക്കെ നടുക്ക് തന്നെ വിഗ്രഹങ്ങൾ ഇരിക്കുകയാണ്. മേ ബി യുവർ പാസ്റ്റർ, മേ ബി യുവർ ഡോക്ട്രിൻ, എന്തെങ്കിലുമൊക്കെ ആകാം. നമ്മുടെ ഉപദേശമാകാം, നമ്മുടെ വിശുദ്ധിയാകാം, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്ററാകാം, നമ്മുടെ നേതാവാകാം. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തായിട്ടിരിക്കുകയാണ്? വിഗ്രഹമായിട്ട്. തീഷ്ണത. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒന്നിൻ്റെയും വിഗ്രഹം നിൻ്റെ നമ്മൾ കൈകൊണ്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ. എൻട്രൻസിലൊന്നും ഉണ്ടാക്കി വെച്ചാൽ കൊള്ളാം, തിരക്കേടില്ല. പക്ഷേ ഈ കൈകൊണ്ടുണ്ടാക്കാത്ത പല വിഗ്രഹാരാധന വിട്ട് ഓടുകയിൽ എന്നാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. വിഗ്രഹാരാധന, ഫ്ലീ ഫ്രം ഐഡൽ വർഷിപ്പ്. എന്നാൽ ഇവിടെ ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നു. 7-ാം വാക്യം. അവൻ എന്നെ പ്രാകാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തി തുരക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തി തുരന്നപ്പോൾ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട്, അകത്ത് ചെന്ന്
അവർ അവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. വല്ലാത്ത മ്ലേച്ഛതകൾ നോക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അകത്തു ചെന്നു, വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു. അവ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്, ചുറ്റും വരച്ചിട്ടുമുണ്ട്. ഓക്കെ, കണ്ടിന്യൂ റീഡിംഗ്. അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാന്റെ മകനായ യയസന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്ന് ധൂപ മേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ 70 മൂപ്പന്മാർ, ലീഡേഴ്സ് ആർ ദ പ്രോബ്ലം. പിന്നെ ആരാണ് ഈ കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? മൂപ്പന്മാർ. 70 മൂപ്പന്മാർ ഈ വിഗ്രഹങ്ങൾക്കും ഈ വരച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കും എന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്? ധൂപം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഇപ്പോൾ യഹൂദ മൂപ്പന്മാർ എന്ത് ചെയ്യാണ്? വിഗ്രഹാരാധന നടത്തുകയാണ്. ധൂപം എപ്പോഴും പ്രാർത്ഥനയുടെ ചിത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ കൈകളെ മലർത്തുന്നത് ധൂപമായും. അതുപോലെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലുണ്ട്, ധൂപത്തിൻ്റെ പുകയോടുകൂടി വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക്. അപ്പോൾ ധൂപം എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ചിത്രമാണ്. അപ്പോൾ ഇവർ ധൂപം കാട്ടിയെന്ന് പറഞ്ഞാൽ ദേ ആർ പ്രേയിങ് ടു ഇമേജസ്, ഐഡൽസ്. ദൈവത്തോട്, യഥാർത്ഥ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇപ്പം ആരോടാ പ്രാർത്ഥിക്കുന്നത്? അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാ? മൂപ്പന്മാർ. സോ ലീഡേഴ്സ് മസ്റ്റ് ബി വെരി കെയർഫുൾ. നേതാക്കന്മാരാണ് ആളുകളെ അവരെ ആരാധിക്കാൻ, അന്യദൈവങ്ങളെ ആരാധിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. 13 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താന്റെ വിഗ്രഹങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ മൂപ്പനും ഓരോന്നൊക്കെ സാധനങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഓരോ മൂപ്പനും എന്തുണ്ട്? ഇരുട്ടത്ത്, വെളിച്ചത്തൊന്നുമില്ല, ഇരുട്ടത്ത് ബിംബങ്ങളെയൊക്കെ വെച്ചിരിക്കുകയാണ്. വെരി ഡേഞ്ചറസ്. മനസ്സിലായോ? യുവർ ലൈഫ് മസ്റ്റ് ബി എ ട്രാൻസ്പെറൻറ്റ് ലൈഫ്. സുതാര്യതയുള്ള ഒരു ജീവിതമില്ല. ഇരുട്ടത്ത് പല കാര്യങ്ങളും ദുരൂഹമായിട്ട് നടക്കുക. ഇതും ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ഓക്കെ, തീർന്നില്ല. യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം കാണുന്നില്ല, ദൈവം ഓൾറെഡി, കാരണം അതൊരു സത്യം കേട്ടോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദൈവം വിട്ടുപോയിരിക്കുന്നു. ഇനിയിപ്പോൾ ദൈവം ഇത് കാണുന്നൊന്നുമില്ല. അപ്പം ഇവരുണ്ടാക്കിയ വിഗ്രഹം പോലെ തന്നെ പരിമിതിയുള്ള ഒരു ദൈവത്തെക്കുറിച്ചുള്ള ദർശനമായി ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വിഗ്രഹം ഇവിടെ ഇരിപ്പുണ്ട്, അതിന് കാണാം, മറ്റേ ദൈവത്തിന് കാണാൻ മേല. ആ ദൈവം ഇവിടുന്ന്, ദൈവം പോയത് അതുകൊണ്ടല്ല, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ദൈവത്തിനോട് ഇരിക്കാൻ ഒക്കുകയില്ലാത്തതുകൊണ്ട് ദൈവം പോയതാണ്. ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ, വായിക്കാം. അവർ ഇതിലും വലിയ മ്ലേച്ഛതകളെ ചെയ്യുന്നത് നീ കാണുമെന്ന് അവൻ എന്നോട് അരുളി ചെയ്തു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി അവിടെ സ്ത്രീകൾ തമൂസിനെ കുറിച്ച് കരഞ്ഞും കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ലീഡേഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ ഓർഡിനറി പീപ്പിൾ, സ്ത്രീകൾ. കാരണം മിക്കവാറും പള്ളികളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്ത്രീകളാണല്ലേ? ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം മൂപ്പന്മാർ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുകയും രഹസ്യമായിട്ട് ഇരുട്ടത്ത് ആരാധന നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാ സ്ത്രീകൾ ഫോളോസ്. എന്നിട്ടാണ് പിന്നെ അച്ചായ, ചേട്ട ഒന്ന് വരണേ എന്നൊക്കെ പറഞ്ഞ് ചേട്ടന്മാരെ പിന്നെ പുറകെ വിളിച്ചുകൊണ്ട് വരുന്നത്. സോ സ്ത്രീകൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. കറക്റ്റായിട്ട് അകൃത്യമില്ലാതെ പോകാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം സ്ത്രീ. എപ്പോഴും പഠിച്ചാലും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്താതെയൊക്കെ ഇരിക്കുന്ന ഈ പെണ്ണീഷ് സ്വഭാവമുള്ള ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്. പക്ഷേ സ്ത്രീകൾ വളരെ സൂക്ഷിക്കണം. അവരെന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ തമ്മൂസ് എന്ത് കൊണ്ടാണെങ്കിലും നമുക്ക് പ്രശ്നമില്ലല്ലോ. എന്താ ഈ തമ്മൂസ് എന്ന് പറഞ്ഞാൽ? തമ്മൂസ് ഈസ് എ ഗ്രീക്ക് ഗോഡ്, ഒരു അന്യ ദൈവമാണ്. ആ ദൈവത്തിന് പറ്റിപ്പോയ ഈ ബാബിലോണിലുള്ളവരും ഗ്രീക്കുകാരും ഒക്കെ ആരാധിക്കുന്ന ഒരു പ്രത്യേക ദൈവമാണ് തമ്മൂസ്. അതിനെക്കുറിച്ച് എനിക്ക് പ്രസംഗിക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ആ ദൈവത്തെക്കുറിച്ചോ അല്ല കർത്താവിനെക്കുറിച്ചോ നമുക്ക് നേരത്തെ പരിചയമുള്ള ഇരമ്യാവിനെ കണ്ടതുപോലെ എൻ്റെ തല മുഴുവൻ ഒരു വാട്ടർ ടാങ്ക് ആയിരുന്നെങ്കിൽ, എൻ്റെ കണ്ണ് 2 പൈപ്പായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ ഒരു പ്രവാചകനുണ്ട്. ആരാത്? അത് തമ്മൂസിനെ ഓർത്തിട്ടല്ല, ഈ ജനത്തിൻ്റെ പാപത്തെ ഓർത്തിട്ടാണ്, ജനത്തിൻ്റെ പോക്ക് കണ്ടിട്ടാണ്. അങ്ങനെ ഇപ്പോൾ സ്ത്രീകൾ കരയുന്നില്ല. സ്ത്രീകൾ കരയുന്നത് ഒരു അന്യ ദൈവത്തെയും കൂടി ഇവിടെ കൊണ്ട് വെച്ചില്ല. അതുകൊണ്ടാണ് അവർക്കിഷ്ടമുള്ള ഒരു പ്രസംഗനെ വിളിച്ചില്ല. കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെയൊക്കെ പെരുക്കി അതും കൂടെ വന്നിരുന്നെങ്കിൽ, ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തമ്മൂസിനെ കുറിച്ച് വിലപിക്കുന്ന സ്ത്രീ. ഇപ്പോൾ ഇവരെവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്, ഇസ്രായേൽ മക്കളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് ഇനി ഞാൻ കൂടുതൽ വായിപ്പിക്കണ്ടേ? എന്നാൽ 2 വാക്യം കൂടെ വായിച്ചേക്കാം. ഏതായാലും ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് 16-ാം വാക്യം. അവർ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ
മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവെ ഏകദേശം 20 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. 25 പുരുഷന്മാർ കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യനെ നമസ്കരിക്കുന്നു. ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് കോപം ചലിക്കാതിരിക്കുമോ? ന്യായവിധി അയക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ ഇടയിലും നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പം ദീസ് തിങ്സ് ആർ ഹാപ്പനിങ് ഈവൻ എമംഗ് ബിലീവേഴ്സ്. വിശ്വാസികളെന്ന് പറയുന്ന ആളുകളുടെ ഇടയിലും ഇങ്ങനെയുള്ള അകൃത്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. അപ്പോഴാണ് 17-18 വാക്യത്തിൽ ദൈവം പറയുകയാണ്, 17-18 വാക്യത്തിൽ, അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ, യഹൂദ ഗൃഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികം കോപിക്കുവാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ? അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത്. ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും, എൻ്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്ന് അരുളി ചെയ്തു. അപ്പം ദൈവം ക്രോധത്തോടെ പെരുമാറും എന്ന് ദൈവം ഒരു തീരുമാനം എടുക്കുകയാണ്. ഐ വിൽ ജഡ്ജ്. ദൈവം ന്യായവിധി അയക്കും എന്ന് ദൈവം ഒരു ഉറച്ച തീരുമാനം എടുക്കുകയും. ഇപ്പോൾ നമ്മളെന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? റീസൺ ഫോർ, അവിടെ നിന്നൊക്കെ പോയെന്ന് തോന്നുന്നല്ലേ, റീസൺ ഫോർ ജഡ്ജ്മെൻറ്റ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ജഡ്ജ്മെൻറ്റ്? ഇപ്പോൾ മനസ്സിലായിക്കാണ് എന്താണ് റീസൺ ഫോർ ജഡ്ജ്മെൻറ്റ്. ബിക്കോസ് അവരുടെ മ്ലേച്ഛതകൾ, അല്ലേ, അബോമിനേഷൻസ്, അവർ അറയ്ക്കത്തക്ക കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞത് അറയ്ക്കത്തക്ക കാര്യങ്ങൾ ചെയ്യുന്നവരാരും, അബോമിനേഷൻ ചെയ്യുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെയുള്ള ആ പ്രവൃത്തികൾ നിമിത്തമാണ് ദൈവം അവരുടെ മേൽ ന്യായവിധി അയച്ചത്. നമ്മൾ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, 9-4 മുതലുള്ള, അവൻ എന്നോട്, നീ നഗരത്തിൻ്റെ നടുവിൽ യെരുശലേമിൻ്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഒരു വിഭാഗമുണ്ട് കേട്ടോ. യെരുശലേമിൽ നടക്കുന്ന മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ നെറ്റിയിലൊരു അടയാളം ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? വായിച്ചോളൂ. മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ അവൻ, നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവിൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളയുവിൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തുടരുത്. എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിൻ എന്ന് കൽപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ള മ്ലേച്ഛതകളും അകൃത്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കൊള്ളാവുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഈ മ്ലേച്ഛതകളെ ഓർത്ത് നഗരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം അങ്ങനെയുള്ള നെറ്റിയിൽ ഒരടയാളം, ഈ അടയാളം ആണ് വീണ്ടും നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ പോകുന്നത്. നെറ്റിമേൽ അവൻ്റെ അടയാളമുള്ളവർക്കാണ് ഒരു കേടും സംഭവിക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു അടയാളം, മറ്റവനെ നമസ്കരിക്കാൻ പോവുകയാണെങ്കിൽ വേറൊരു അടയാളം മറ്റവനെ ഏൽപ്പിക്കും. അതാണ് ഈ മൃഗത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത്. മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാതിരിക്കണമെങ്കിൽ ഈ പാപങ്ങളെയൊക്കെ കാണുമ്പോൾ, ഈ അകൃത്യം കാണുമ്പോൾ ദൈവസന്നിധിയിൽ വിലപിക്കുന്നവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും. അപ്പം ഒരു പിക്ചർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അതിനിടയ്ക്ക് എല്ലാവരും കുഴപ്പക്കാരാണെന്ന് പറയണ്ട, അങ്ങനെ ആരും ചിന്തിക്കണ്ട, അല്ലേ? അതിനിടയ്ക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള അപ്പോൾ നമുക്കങ്ങനെ ഒരു കൂട്ടമായിട്ട് ഇരിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് വാട്ട് ഹാപ്പൻഡ് ആക്ച്വലി? 10-ാം അധ്യായം ഓരോ വാക്യങ്ങൾ വായിച്ച് നമുക്ക് പോകാം. 10-18. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിൻ്റെ ഉമ്മറപ്പടി വിട്ട് പുറപ്പെട്ട്, ആ ദൈവത്തിൻ്റെ മഹത്വം ആലയം വിട്ടുപോയി. ദിസ് ഈസ് ദ തിങ്. ആരാധനയോടെ തുടരുന്നുണ്ട്, ബട്ട് ദ ഗ്ലോറി ഡിപ്പാർട്ടഡ്. ദൈവത്തിൻ്റെ തേജസ് ഡിപ്പാർട്ട് ചെയ്തു. 10-18 നമ്മളിപ്പോൾ വായിച്ചത്. അവിടെ നമ്മൾ വായിച്ചത് യഹോവയുടെ മഹത്വം ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ടു. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പടിയിൽ പോലും എന്തില്ല. എനിക്ക് എഹെസ്കേൽ ഇങ്ങനെ പഠിപ്പിക്കാൻ മാത്രമല്ല താല്പര്യം, അത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മളുടെ ജീവിതം കൂടെ ഒന്ന് പരിശോധിച്ച് പോകണം കേട്ടോ. അപ്പം ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ട് എന്ത് പോയി? ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടാവും. ഇറ്റ്സ് നോട്ട് എ ഗ്ലോറിയസ് പ്രോഗ്രാം. ദൈവത്തിൻ്റെ മഹത്വമുള്ള പരിപാടി. വീണ്ടും 11-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ വായിച്ചാൽ, അനന്തരം കെരൂബുകൾ ചിറക് വിടർത്തു, ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്നും മേലോട്ട് പൊങ്ങി നഗരത്തിന്റെ കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു.
എന്നാൽ ആത്മാവ് എന്നെ എടുത്തു. ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദേ ദേശത്തെ പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ സാന്നിധ്യവും അവരെ വിട്ടുപോയി. കാരണം ദൈവം അവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തു. നോട്ട് ഓൺലി ദി ഗ്ലോറി ബട്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ മഹത്വവും പോയി, ദൈവത്തിൻ്റെ സാന്നിധ്യവും അവരെ വിട്ടുപോയി. പക്ഷെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് 2-3 പേർ നിൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ. പക്ഷെ അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ആരെങ്കിലും നിങ്ങളുടെ നടുവിൽ കടന്നു വന്നാൽ യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. അങ്ങനെയൊക്കെ വാക്യം വായിച്ചിട്ടില്ലേ? എവിടെ? കൊരിന്ത്യ ലേഖനത്തിൽ അല്ലേ? എന്ന് പറഞ്ഞ് അവൻ്റെ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെട്ട് വരികയും അവർ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം സന്നദ്ധരാകുകയും ചെയ്യണം. ആ തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടില്ല. ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ തേജസ്സും ഒക്കെ അവരെ വിട്ട് പോയി. അതാണ് നമ്മളവിടെ കാണുന്നത്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പെട്ടെന്ന് പരിശോധിച്ചാൽ ആ സെക്ഷൻ തീരും. 12 മുതൽ 24 വരെയുള്ള അധ്യായത്തിൽ നമ്മൾ പറഞ്ഞല്ലോ സിംബോളിക് ആയിട്ടുള്ള ചില മെസ്സേജസ് ആണ് കാണുന്നത്. അത് നമുക്ക് പെട്ടെന്ന് വായിക്കുകയാണെങ്കിൽ 4:3 കുറച്ച് പുറകോട്ടും പോകാൻ കുഴപ്പമില്ല. 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. പിന്നെ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് നിനക്കും നഗരത്തിനു മധ്യേ ഇരുമ്പ് മതിലായി വെക്കുക. നിന്റെ മുഖം അതിൻ്റെ നേരെ വെച്ച് അത് നിരോധനത്തിലാകേണ്ടതിനെ അതിനെ നിരോധിക്കുക. ഇത് ഇസ്രായേൽ ഗൃഹത്തിന് ഒരു അടയാളമായി. അടയാളം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു അടയാളം. ഡീറ്റെയിൽസ് ഒക്കെ ഒപ്പം തൽക്കാലം മറക്കുക. ഇതൊരടയാളം. 4:3 ഒരു സൈൻ, ഒരു സിമ്പൽ. 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവർ കാണുകെ നീ അത് തോളിൽ ചുമന്നുകൊണ്ട് ഇരുട്ടത്ത് യാത്ര പുറപ്പെടണം. നിലം കാണാത്തവണ്ണം നിന്റെ മുഖം മൂടിക്കൊള്ളണം. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു അടയാളമാക്കിയിരിക്കുന്നു. അടയാളം. ഐ എം ഗോയിങ് ടു മേക്ക് യു എ സൈൻ. ഈ വാക്യങ്ങളിലൊക്കെ അടയാളം നിങ്ങൾക്ക് കാണാം. 24 24 ഇങ്ങനെ യെഹെസ്കേൽ നിങ്ങൾക്ക് ഒരു അടയാളമായിരിക്കും. ഒരു അടയാളം കണ്ടോ? അപ്പോൾ അങ്ങനെ ചില അടയാളങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ട്. ആ അടയാളങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്ക് വിടുകയാണ്. അപ്പം ഒന്നാമത്തെ ഒരടയാളം നമുക്ക് കാണാൻ കഴിയുന്നത് 3-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ. 3-ന്റെ 26-27 വാക്യങ്ങൾ. നീ ഊമനായി അവർക്ക് ശാസകനാകാതെ ഇരിക്കേണ്ടതിന്. ഊമനായി, ഹി വാസ് ഡം. അവനെ ഊമനാക്കി. അതാണ് ഒന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 24-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, 24-ന്റെ 27. ചാടിപ്പോയനോട് സംസാരിക്കുവാൻ അന്ന് നിന്റെ വായ് തുറക്കും. നീ ഇനി മൗനമായിരിക്കാതെ സംസാരിക്കും. അപ്പം മൗനമായിരിക്കുക എന്നുള്ളതാണ്. കുറേ നാൾ മിണ്ടാണ്ടിരിക്കുക, ഊമനായിട്ടിരിക്കുക. ദെൻ ദർ ഈസ് എ ടൈം വെൻ ഗോഡ് ഓപ്പൺസ്. നമ്മൾ നേരത്തെ സങ്കീർത്തനം, ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ 137-ാം സങ്കീർത്തനം വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ബാബേൽ നദീതീരത്തിരുന്നപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു സങ്കീർത്തനം. അവിടെ 6-ാം വാക്യത്തിൽ എന്താ വായിച്ചിരുന്നത്? ഓർക്കുന്നുണ്ടോ? 137-ന്റെ 6. അത് തന്നെ ഇവിടെ നമുക്ക് 3-ാം അധ്യായത്തിലും ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോയി. ഐ കുഡ് നോട്ട് സ്പീക്ക്. എനിക്ക് അത് തന്നെ ഇപ്പോൾ 3-ാം അധ്യായത്തിലേക്കൊന്ന് വന്നേ. 3-ന്റെ 26 വായിക്കുമ്പോൾ, ഞാൻ അവർക്ക് ശാസകനാകാതെ തിരിയേണ്ടതിന് ഞാൻ എൻ്റെ നാവിനെ നിൻ്റെ അണ്ണാക്കോട് പറ്റുമാറാക്കും. സോ കീപ്പിംഗ് മം, ഡം, വാ തുറക്കാതെ ഊമനായിരിക്കുക, ഒരു സൈനാണ്. കാരണം ദൈവം ഒന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ മ്ലേച്ഛതകൾ കണ്ടിട്ട് ദൈവത്തിന് സംസാരിക്കാൻ തോന്നുന്നില്ല. കാരണം സംസാരിച്ച കാര്യം ഇതുവരെ അനുസരിച്ചിട്ടില്ല. ഇനി കൂടുതൽ സംസാരിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത്. നമ്പർ 2, നമുക്ക് രണ്ടാമത്തെ ഒരു സൈൻ 4-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ നീ ഇടതുവശം ചരിഞ്ഞു കിടക്കുക. അനദർ സൈൻ. ഇടതുവശം. എന്താ ഇടതുവശം ചരിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ ക്ഷാമത്തിൻ്റെ ഒരു ചിത്രമാണ്. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു കിടക്കാൻ പറ്റുള്ളൂ. അല്ലെ കിടന്ന ഒരു കിടപ്പായിരിക്കും. അത് പറയൊക്കെ ഒരനക്കമില്ലെന്നൊക്കെ പറയരുത്. നോക്കിയിട്ട് ക്ഷീണിച്ച് തളർന്ന് കിടക്കുകയാണ്. തിരിഞ്ഞു പോലും അത് കിടക്കാനുള്ള ശക്തിയില്ല, കിടക്കുന്നില്ല, ഒരൊറ്റ കിടപ്പാണ്. അത് തന്നെ ഒരു കിടപ്പ് കിടക്കുകയാണ്, ഒരനക്കവും ഇല്ല. ബിക്കോസ് ദർ ഇസ് നോ ലൈഫ്. ക്ഷാമം. ദൈവത്തിൻ്റെ വചനം അവരെ ഫീഡ് ചെയ്യാത്തത് കൊണ്ട് അവരത് ഇങ്ങനെ ഒരു കിടപ്പാണെന്നെങ്കിൽ നീ കിടക്കുന്ന കണ്ടിട്ട് അവരൊന്ന് വാ തുറക്കാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ദർ ഇസ് നോ ലൈഫ്. ജീവനില്ല.
ദൈവത്തിൻ്റെ ആലോചനകൾ അങ്ങോട്ട് വരുന്നില്ല. 4:1 മുതൽ വായിച്ചാൽ, മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുൻപിൽ വെച്ച് അതിൽ യെരൂശലേം നഗരം വരച്ച്. അപ്പോൾ അതിൽ ഇഷ്ടികയിൽ വരയ്ക്കാൻ പറഞ്ഞു. വരച്ചിട്ട് അതിനെ നിരോധിച്ച് അതിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി പാളയമടിച്ച് ചുറ്റും യന്ത്രമുട്ടികളെ വെക്കുക. ഇത് ഒരു പിക്ചർ വരയ്ക്കാൻ പറയുക, എന്നിട്ട് കാണിച്ചു കൊടുക്കാൻ. എന്നാലെങ്കിലും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. യന്ത്രമുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെതിരെ വരാൻ പോകുന്ന അറ്റാക്സിനെ കുറിച്ചുള്ള ഒരു ദർശനം ദൈവം കൊടുത്തിട്ട്, ഇത് ഡ്രോ ദിസ് ആൻഡ് ഷോ ദം, ഇത് വരച്ചവരെ ഒന്ന് കാണിക്കുക. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. വീണ്ടും നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ, 5:1. മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ളൊരു വാളെടുത്ത് ക്ഷൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുക. തലയും താടിയും ക്ഷൗരം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പല സിമ്പിൾസ് ആണ് ദൈവം കൊടുക്കുന്നത്. നിങ്ങളതെല്ലാം വായിച്ച് പഠിച്ചോണം. വീണ്ടും 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിച്ചാൽ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മത്സരഗൃഹത്തിന്റെ നടുവിൽ പാർക്കുന്നു. കാണുവാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല, കേൾക്കുവാൻ ചെവിയുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല, അവർ മത്സരഗൃഹമല്ലോ. 4-ാം വാക്യം വായിച്ചാൽ, യാത്രക്കോപ്പ് പോലെ നിന്റെ സാമാനം നീ പകൽ സമയത്ത് അവർ കാണുകയെ പുറത്തു കൊണ്ടുപോകണം. നിന്റെ സാധനങ്ങൾ, വീട്ടു സാമാനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകാൻ. എന്തിനാന്ന് ചോദിച്ചാൽ, ഇവൻ ഈ വീട്ടു സാമാനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ നാട് വിട്ട് പോകേണ്ടി വരും. യു ലവ് ടു വെക്കേറ്റ് യുവർ ഹോം എന്ന് അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സാമാനം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞത്. 24-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ ധാരാളം സയൻസ് നിങ്ങൾക്ക്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിന്നിൽ നിന്നും എടുത്തു കളയും. അതായത് കണ്ണിൻ്റെ ആനന്ദമായതാരാ? ഭാര്യ. നിന്റെ ഭാര്യയെ ഒരൊറ്റ അടിയാൽ നിന്നിൽ നിന്ന് എടുത്തു കളയും. നീ വിലപിക്കുകയോ കരയുകയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത്. കരയാൻ പാടില്ല. ഭാര്യ മരിച്ചാലും കരയാൻ പാടില്ല. ഇറ്റ്സ് എ സൈൻ. വായിക്കാം. നീ മൗനമായി നെടുവീർപ്പിട്ടുകൊള്ളുക. മൃതവിലാപം കഴിക്കരുത്. മൃതവിലാപം കഴിക്കരുത്. തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിന് ചെരുപ്പിടുക. അതിരം മൂടരുത്. മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയും അരുത്. അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു. വൈകുന്നേരത്ത് എൻ്റെ ഭാര്യ മരിച്ചു. എൻ്റെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. എൻ്റെ കണ്ണിൻ്റെ ആനന്ദമായത് ആരാന്ന് പിടികിട്ടി കാണുമല്ലോ. അങ്ങനെ രാവിലെ എൻ്റെ ഭാര്യ കരയാൻ പാടില്ല, അതിനെ കുറിച്ച് വിലപിക്കാൻ പാടില്ല. ഇത് അപ്പോൾ ആളുകൾ ചോദിക്കും, ഇതെന്താ ഭാര്യ മരിച്ചിട്ടും വിലപിക്കാത്തത് എന്താ ചോദിക്കുമ്പം കർത്താവിന് ഒരു സന്ദേശം പറയാനുണ്ട്. എന്താ, എൻ്റെ ഭാര്യ എന്നേ മരിച്ചതാണ്. പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇസ്രായേൽ എൻ്റെ ഭാര്യയും ഞാൻ അവരുടെ ഭർത്താവുമല്ലയോ. അപ്പോൾ ഇതുകൂടി പണ്ടേ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ സങ്കടം കർത്താവ് അടക്കി വെച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഞാനും എൻ്റെ ഭാര്യ മരിച്ചിട്ടും എൻ്റെ സങ്കടം അടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. എന്നാലെങ്കിലും ഈ ജനത്തിന് ബോധം വെക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ സയൻസ്, ഈ അടയാളങ്ങളെല്ലാം ദൈവം കൊടുക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു സെക്ഷൻ തീരുകയാണ്. ഇനി 25 മുതൽ 32 വരെയുള്ളത് ഇനി ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേൽ വരുന്ന ജഡ്ജ്മെൻ്റാണ്. നമുക്കൊരു ബ്രേക്കിന് ശേഷം പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ച ആദ്യത്തെ ഈ സെക്ഷനിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ന്യായവിധി 24-ാം അധ്യായം വരെ അതാണ് നമ്മൾ കണ്ടത്. ന്യായവിധി ഇറങ്ങി വന്നു. എന്താണ് അതിൻ്റെ കാരണം? അവരകൃത്യത്തിൽ ജീവിക്കുകയാണ്. അവർ കൃത്യമായിട്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ അത് നമുക്കും ഒരു ലേണിംഗ്. ഇതെന്തിനാണ് പഠിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലേണിങ്ങിന് വേണ്ടിയാണ്, നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ്. വാട്ട് ഡു വി ലേൺ? നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരുത്തനും ശക്തിപ്പെടുകയല്ല, അവൻ്റെ ജീവിതം ക്ഷയിച്ച് പോവുകയുള്ളൂ. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ക്രോധം മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ. യേശു പല ഉപമകളിൽ കൂടി, പല സയൻസിൽ കൂടി, സിംബൽസിൽ കൂടിയൊക്കെ അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഈ ജനത്തിന് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. നമുക്കെങ്കിലും ഇവരുടെ അബദ്ധങ്ങളിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ചില ലെസൺസ് ലേൺ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടാം, പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുസനിലേക്ക് അടുത്ത് വന്ന് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. എഹെസ്കേൽ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി എന്തുകൊണ്ട് ഈ ജനത്തിൻ്റെ മേൽ ഇറങ്ങി വന്നു എന്നുള്ളത് കാണുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾ അകൃത്യത്തിലല്ല കർത്താവെ, പാപത്തെയും അകൃത്യത്തെയും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് നീ ഞങ്ങളുടെ അകൃത്യങ്ങളൊക്കെ ക്ഷമിക്കുന്നു. അതെല്ലാം നിൻ്റെ മേൽ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ കയറി അതിന് പരിഹാരമുണ്ടാക്കിയതുകൊണ്ട് കർത്താവെ സ്വതന്ത്രരായി, കർത്താവെ ബലമുള്ളവരായി, ശക്തി പ്രാപിച്ച് പൗലോസൊക്കെ ജീവിച്ചതുപോലെ ദിവസം പ്രതി ബലം പ്രാപിച്ച് കർത്താവെ കൃപയിൽ മുന്നേറുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. മഹത്വം കർത്താവിന് കരയേറ്റുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.